കുഞ്ഞെ തർക്കിക്കാനും ജയിക്കാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ എതിർ നിൽക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവഭയത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ വളരെ ഗൗരവപരമായി മനസ്സിലാക്കണം, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. ആ വ്യക്തി നിൽക്കുമ്പോഴും സത്യസന്ധമായ കാര്യങ്ങൾക്ക്, നീതിപൂർവ്വമുള്ള കാര്യത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടേ നമുക്കറിയാം. ആരെ കയറ്റാനാണ് കഴുമരം പണിത്, അതിൽ ആ പണിതവനെ ദൈവം കയറ്റുകയാണ്. ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന ജീവിതമേ, ഇതൊക്കെ തർക്കിക്കാൻ എളുപ്പമാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അങ്ങനെയൊക്കെ പച്ചവെള്ളം വീഞ്ഞാകുമോ? അങ്ങനെയൊക്കെ മുടന്ന് നടക്കുമോ? അങ്ങനെയൊക്കെ ചീഞ്ഞ് നാറിയത് ഉയർത്തെഴുന്നേൽക്കുമോ? അതുപോലുള്ള തർക്കമാണ്. മരിച്ചവർ എങ്ങനെ വരും? ഇങ്ങനെ മരിക്കുന്നവർ എങ്ങനെ രൂപാന്തരം പ്രാപിക്കും? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് ക്ലിയറായിട്ട് വിവരിക്കുകയാണ്. മത്സ്യത്തിൻ്റെ മാംസമുണ്ട്, പക്ഷിയുടെ മാംസമുണ്ട്, കന്നുകാലിയുടെ മാംസമുണ്ട്. അതിനെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന പോലെ സൂര്യൻ്റെ തേജസ്, ചന്ദ്രൻ്റെ തേജസ്, നക്ഷത്രങ്ങളുടെ തേജസ് വലുത് വ്യത്യസ്തമാണ്. എന്നിട്ടാണ് പറയുന്നത് മനുഷ്യൻ്റെ പുനരുത്ഥാനം അതുപോലെയാണ്. ഈ മൺമയൻ്റെ ശരീരം നമ്മൾ ധരിച്ചതുപോലെ തന്നെ നാം സ്വർഗീയൻ്റെ ശരീരവും ധരിക്കും.